ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തേതൊരു കുട്ടി സൺഡേ ഔട്ടിംഗ് വ്ളോഗാണ്. ഇപ്രാവശ്യം ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് 3 ദിവസം അടുപ്പിച്ച് ഹോളിഡേ ആയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇന്ന് ഇപ്പോൾ സൺഡേ ഞങ്ങൾ ട്രിവാൻഡ്രം സൂവിൽ പോയിരുന്നു. നമ്മൾ ഓൾറെഡി ഒരു വർഷം മുന്നേ പോയിരുന്നു കേട്ടോ. അപ്പോൾ അന്ന് ദേവക്കുട്ടനൊക്കെ കുറേം കൂടി ചെറുതായിരുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും കണ്ടത് ചിലപ്പോൾ ഇപ്പോഴല്ലേ കുറേം കൂടിയൊക്കെ അറിവായത് ജീവികളുടെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാളായി വിചാരിക്കണം പോകണമെന്ന്. ഇന്നിപ്പോൾ പോയി. പിന്നെ നമ്മൾ വലിയവരെക്കാട്ടിലും എപ്പോഴും കുട്ടികൾക്ക് ഈ സൂവിൽ പോണതിന് ഒരു പ്രത്യേക ഇഷ്ടമാണല്ലോ. അവർക്ക് എപ്പോഴും ജീവജാലങ്ങളോടൊക്കെ ആ ഒരു പ്രായത്തിൽ വല്ലാത്തൊരു ക്രൈസ് ആയിരിക്കുമല്ലോ. അങ്ങനെ നമ്മൾ പോയി. അവിടെ തുടങ്ങുമ്പോൾ തന്നെ ബഫലോസൊക്കെയാണ് ഉള്ളത്. ഈ വീഡിയോയിൽ എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. നമുക്ക് ഇത്രയ്ക്ക് സൂം ചെയ്തിട്ടാണ് ഫോണിൽ കിട്ടണുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ സിംഹവാലൻ കുരങ്ങ്. അപ്പോൾ അത് നടന്നു പോകുന്നതിൻ്റെ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ അവിടെ വേറൊരു കുരങ്ങും കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മൈഥിലി മോൾക്ക് അത്യാവശ്യം ഓർമ്മയുണ്ട്. ഈ ഏതൊക്കെയാണ് ആദ്യം കണ്ടേ എന്നൊക്കെ ചെറുതായിട്ടെങ്കിലൊക്കെ ഓർമ്മയുണ്ട്. ദേവക്കുട്ടൻ അങ്ങനെ അത്ര കാര്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പോൾ ഒരു വർഷത്തിന് മീതൊക്കെ ആയിട്ടുണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട്. പിന്നെ എമൂൻ്റെ സെക്ഷനാണ്. അപ്പോൾ അവിടെ പോയി അതിനെ കണ്ടു. പിന്നെ ഇവിടെ ട്രിവാൻഡ്രം സൂവിൽ അത്യാവശ്യം നന്നായി തന്നെ അനിമൽസൊക്കെ ഉണ്ട് കേട്ടോ. ബേർഡ്സും അത് നല്ല രീതിയിൽ തന്നെ ഉണ്ട് കാണാനായിട്ട്. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ നടക്കാനായിട്ട് സ്ഥലമുണ്ട്. അപ്പോൾ പക്ഷേ നല്ല തണലുള്ള ഭാഗങ്ങൾ തന്നെയാണ് കേട്ടോ. നിറയെ മരങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു അറ്റ്മോസ്ഫിയറാണ്. ശരിക്കും ഒരു ഹാഫ് ഡേ ശരിക്കും പതുക്കെയൊക്കെ നടന്ന് കാണാനുള്ളതുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല പോലെ ഇഷ്ടമാവും കേട്ടോ. പിന്നെ മൈഥിലി മോളൊരു ചെറിയ ബുക്കും പെൻസിലൊക്കെ എടുത്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്ന അനിമൽസിൻ്റെയും ബേർഡ്സിൻ്റെയും ഒക്കെ പേരൊക്കെ ഒന്ന് എഴുതാൻ വേണ്ടിയിട്ട്. എല്ലാ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഈ ബേർഡ്സിൻ്റെയൊക്കെ പേര് എഴുതിയിട്ട് ബോർഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് പറ്റണ പോലെയൊക്കെ എഴുതി എടുക്കുന്നുണ്ടായിരുന്നു. പിന്നീട് നമുക്ക് പോയി കാണാനുള്ളത് കുറേ ടൈപ്പ് പെലിക്കൺസ്, അങ്ങനെ പലതരത്തിലുള്ള ബേർഡ്സ്, അതുപോലെ തന്നെ ഈ താറാവുകളുടെയൊക്കെ ഒരു പല ടൈപ്പ് അങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. ഈ ബേർഡ്സിന് അത്യാവശ്യം നന്നായി സ്ഥലം തന്നെ സ്പെൻഡ് ചെയ്യാനായിട്ട് അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലൊരു ആവാസ വ്യവസ്ഥ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കൗതുകകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ. ഈ തരത്തിലുള്ള കോഴികൾ അങ്ങനെ എല്ലാത്തിൻ്റെയും ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ജീവജാലങ്ങളെയൊക്കെ അവിടെ കാണാനും പറ്റും കേട്ടോ. എല്ലാവരും അത്യാവശ്യം നന്നായി സമയം നിന്ന് കാണണമൊക്കെ ഉണ്ട്. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ ഭാഗത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്തായാലും. പിന്നെ നമ്മൾ പോയത് ഒട്ടറില്ലേ, നമ്മുടെ നീർനായ, അതിൻ്റെ ഭാഗത്തേക്കാണ്. നമ്മൾ ചെന്ന സമയത്ത് മീനൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവർ. അത് കാരണം കൊണ്ട് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ കുട്ടികളും അത് നന്നായി ഇഷ്ടത്തോടു കൂടിയൊക്കെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരത് കയ്യിൽ പിടിച്ച് കഴിക്കണ കാണാനൊക്കെ ഒരു നല്ല കൗതുകമാണ്. പിന്നെ ഹിപ്പോപ്പൊട്ടാമസിൻ്റെ ആ ഒരു സെക്ഷൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ ഹിപ്പോപ്പൊട്ടാമസ് ഒരു 4-5 എണ്ണമൊക്കെ ശരിക്കും ഈ കോൺക്രീറ്റ് ചെയ്ത ഭാഗത്തേക്കൊക്കെ കയറിയൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം വെള്ളത്തിലുള്ളത് മാത്രമാണ് കണ്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ 1-2 എണ്ണം ഉണ്ടെന്നാണ് മനസ്സിലായത്. 2-ൽ കൂടുതലുണ്ടോ എന്നുള്ളത് ക്ലിയർ ആയില്ല. അങ്ങനെ കിടക്കുന്നത് തന്നെയാണ് കണ്ടുള്ളൂ. ഒന്നും അങ്ങനെ ഉയർന്ന് നിൽക്കണതോ അങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റിയില്ല ഇപ്രാവശ്യം. പിന്നെ ആ സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാർക്ക് നടക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ വണ്ടിയിൽ പോയിട്ടാണെങ്കിലും എല്ലാ കാഴ്ചകളും കാണാനായിട്ട് പറ്റും. ഓരോ സ്പോട്ട് എത്തുമ്പോഴും നിർത്തി കാഴ്ചയൊക്കെ കണ്ടിട്ട് പിന്നെ തിരിച്ച് കയറിയാൽ മതി. പിന്നെ പ്രായമുള്ളവർക്കും വേണമെങ്കിൽ അങ്ങനെയൊക്കെ പോയി കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ വെയിലൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യൊന്നുമില്ല. നല്ല തണൽ മരങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് കൂളായിട്ട് തന്നെ നടക്കാൻ പറ്റും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ കൊണ്ടുപോവുകയാണെങ്കിൽ കുറേ ദൂരം നടക്കാൻ മടിയുള്ള കുട്ടികളൊക്കെ ആകുമ്പോൾ നമുക്ക് ഇടത്തൊക്കെ ചിലപ്പോൾ നടക്കേണ്ടി വരും കേട്ടോ. പിന്നെ മാൻ്റെ ആ ഒരു സെക്ഷനിലേക്ക് പോയി. മാൻ്റെ അവിടെയൊക്കെ എല്ലാവരും വേഗം നടന്ന് പോവുകയാണ് ചെയ്യുന്നത്. മാനെയൊക്കെ നമ്മൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ, ടൂറിസ്റ്റ് പ്ലേസിലൊക്കെ പോകുമ്പോൾ ഒരുവിധം കാണാറുള്ളത് തന്നെയാണല്ലോ. അത്യാവശ്യം നല്ല രീതിയിൽ കുറച്ച് എണ്ണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്.
പിന്നെ ഈ സൂവിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ചെറിയ ടീ സ്റ്റോളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറേ നടന്ന് ഒന്ന് ക്ഷീണിച്ച് കഴിഞ്ഞാൽ സ്നാക്സ് ആയിട്ടും ടീ ആയിട്ടൊക്കെ കഴിക്കാനൊക്കെ പറ്റും. നമ്മുടെ കയ്യിലുള്ള ഫുഡൊന്നും ഇവരൊട്ടും ഉള്ളിലേക്ക് കടത്തി വിടില്ല. അവിടെ പുറത്ത് ക്ലോക്ക് റൂമിൽ വെക്കേണ്ടി വരും. പിന്നെ ഈ സിംഹത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ശരിക്കും അത് ആ ഭക്ഷണം കഴിക്കുന്ന നേരം തന്നെയായിരുന്നു. അത് കാരണം കൊണ്ട് ഒരുപാട് കാഴ്ചക്കാർ അത് കുറേ നേരം നിന്ന് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയൊരു എല്ലിൻ്റെ പീസ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ കാണാനുള്ളത് കുറുനരിയാണ് കേട്ടോ. ഇവിടെ വന്ന എല്ലാ കുട്ടികളും ഡോറ ബുജി ഉണ്ടല്ലോ, അതിൻ്റെ ഡയലോഗൊക്കെ പറഞ്ഞ് നിന്ന് ചിരിച്ചൊക്കെ കാണുന്നുണ്ടായിരുന്നു. ഇത് കുറച്ച് നേരം അവിടെ ഓടിക്കളിക്കണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ വീഡിയോ എടുക്കുമ്പോഴേക്കും അത് അതിൻ്റെ കൂടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി. കുറേ മുള്ളം പന്നി കേട്ടോ. അതെല്ലാവരും നന്നായി നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. നമ്മളൊട്ടും കാണുന്നില്ലല്ലോ ഇങ്ങനെ സൂര്യനൊന്നും പോകുമ്പോൾ, അല്ലാണ്ട് അങ്ങനെ ഒട്ടും കാണാറുള്ള ഒരു ജീവിയല്ലല്ലോ. ഇവിടെയാണെങ്കിൽ കുറേ മുള്ളം പന്നി ഉണ്ടായിരുന്നു. അത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇതിൽ കണ്ടിട്ട്. പിന്നെ പാരൻസ് ഒക്കെ ആയിട്ട് നന്നായി ഉണ്ട്. മുള്ളം പന്നി നന്നായി തന്നെ ഉണ്ടായിരുന്നു ആ ഭാഗത്ത്. പിന്നെ നമ്മൾ പോകുന്നത് ബട്ടർഫ്ലൈ പാർക്കിലേക്കാണ്. ഈ ഒരു ഏരിയ മൊത്തം കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ ഒരു ചെറിയൊരു കുളം പോലെയൊക്കെ സെറ്റ് ചെയ്തിട്ട്, അപ്പോൾ അതിൻ്റെ ഒരു ബ്രിഡ്ജിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പോൾ അവിടുത്തെ നല്ല ഭംഗിയുള്ള ചെടികളും ഒക്കെ കൂടി കണ്ട് മൊത്തത്തിൽ ആസ്വദിക്കാൻ അടിപൊളിയാണ്. പക്ഷെ നമ്മൾ അത്ര അധികം ബട്ടർഫ്ലൈസിനൊന്നും അവിടെ കണ്ടില്ല കേട്ടോ. കുറച്ച് സാധാരണ ചിത്രശലഭങ്ങൾ പറന്നു പോണ പോലെയൊക്കെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നിയത്. പക്ഷെ ആ ഏരിയ മൊത്തത്തിൽ നല്ല അടിപൊളിയായിരുന്നു. ഈ തിരുവനന്തപുരത്ത് താമസിക്കുന്നവർ ഒട്ടുമിക്ക പേരും തന്നെ, കുട്ടികളൊക്കെ ഉള്ളവർ എന്തായാലും പോയി കണ്ടിട്ടുള്ള ഒരു സ്ഥലമായിരിക്കും ഈ സൂ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ കാണാനായിട്ടുള്ള സ്ഥലമുണ്ട്. അത്യാവശ്യം നല്ല ജീവജാലങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു മെയിൻ്റനൻസ് ഉള്ള സൂ തന്നെയാണ്. പിന്നെ സൺഡേസിൽ പോകുമ്പോൾ കുട്ടികൾക്ക് അവിടെ എൻട്രി പാസിന് പ്രത്യേകിച്ച് ചാർജൊന്നും അവർ ഈടാക്കണില്ല. വലിയവരുടെ പൈസ മാത്രമാണ് വാങ്ങുന്നത് കേട്ടോ. അതിപ്രാവശ്യം സൺഡേയിൽ പോയപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇതിന് മുന്നേ നമ്മൾ പോയപ്പോൾ സൺഡേ അല്ലായിരുന്നു. അപ്പോൾ സൺഡേസിൽ കുട്ടികൾക്ക് ഫ്രീ ആണ്. പോകാനാണെങ്കിൽ വലിയവരുടെ പൈസ മാത്രം നമ്മൾ കൊടുത്താൽ മതിയായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു ഹാഫ് ഡേ തന്നെ മുഴുവനായിട്ട് കാണാനുള്ള കാഴ്ചകളുണ്ട് കേട്ടോ ഈ ട്രിവാൻഡ്രം സൂവിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.